Hi friends, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇത് നമ്മുടെ സാധനം, അതായത് മിനി UPS. ഇതെന്തിനാണ് വാങ്ങിച്ചതെന്നും പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അത് നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക, ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മിനി UPS. അപ്പോൾ നമ്മൾ ഇത് പ്രൊഡക്റ്റ് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. വാങ്ങാനുള്ള ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറക്കണമെങ്കിൽ പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ടെക്നിക്കൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ബാറ്ററിയുടെ കപ്പാസിറ്റി 2000 mAh, ഔട്ട്പുട്ട് പവർ 24 VA, പിന്നെ പവർ റിക്വയർമെന്റ് 12 വോൾട്ട്. 12 വോൾട്ട് ഡിവൈസ് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇത് 12 വോൾട്ട് ഡിവൈസ് അതായത് ഏത് 12 വോൾട്ട് ഡിവൈസിൽ നമുക്ക് ഇത് സപ്പോർട്ട് ചെയ്യും. മാക്സിമം ഇതിന്റെ പവർ ആംബിയർ എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ഔട്ട്പുട്ട് ആംബിയർ എന്ന് പറയുന്നത് 3 ആംബിയർ ഒരു കപ്പാസിറ്റി ഉള്ളതിൽ മാത്രം കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്കിത് തുറക്കാം. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തെർമോക്കോളിന്റെ ബോക്സിലേക്കാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻസ്റ്റാളേഷൻ ഒരു പേപ്പറാണ് തന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ 3 എഴുതിയിട്ടുണ്ട്, അതായത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ. പിന്നെ ഇതിന്റെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ ഒരു സ്കാനർ ഉണ്ട്, അതായത് QR സ്കാനർ. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വീഡിയോ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മാറ്റി വെച്ചാൽ ഇതാണ് നമ്മുടെ സാധനം, മിനി UPS എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് ഒരു അഡാപ്റ്ററാണ്. അതായത് കണ്ടോ, ഇതൊരു അഡാപ്റ്ററാണ്, ഒരു കൺവെർട്ടർ അഡാപ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് എന്തിനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സാധനം. കണ്ടോ, ഇതാണ് നമ്മുടെ മിനി UPS എന്ന് പറയുന്ന ഒരു ഇത്. അപ്പൊ അവരോട് എഴുതിയിട്ടുണ്ട്, കണ്ടോ. ഇത് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാറന്റി കാർഡ്, വാറന്റി ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വാറന്റി ഇത് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ പുതിയ പ്രൊഡക്റ്റ് വാങ്ങിച്ച് 6 മണിക്കൂർ ചാർജ് ചെയ്യാൻ ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12 വോൾട്ട് ഡിവൈസ് ഉള്ളു, 12 വോൾട്ട് ഡിവൈസ് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഔട്ട് സപ്ലൈ കിട്ടുന്നത് നമ്മുടെ ഈ കോഡ് വയർമേന്നാണ് കേട്ടോ. ഇതുമേന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ പിന്നെ ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, ഇവിടെ ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ തെളിയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം ഒരു നല്ല വെയിറ്റ് ഉണ്ട്, ഒരു പവർ ബാങ്ക് പോലെ മോഡലിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത് ഒരു മോഡത്തിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. നെറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു മോഡാണ്. അപ്പൊ ഈ മോഡത്തിലേക്കാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഈ മോഡത്തിന്റെ ബാക്കിൽ നമ്മൾ കണ്ടു, ഇവിടെ നമ്മൾ DC 12 വോൾട്ട് അഡാപ്റ്റർ നേരിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഊരിയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മോഡത്തിന്റെ ബാക്കിൽ കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് DC 12 വോൾട്ട് 1 ആംബിയർ. അപ്പൊ നമ്മുടെ ഈ ഡിവൈസ് എന്ന് പറയുന്നത് 3 ആംബിയർ വരെയുള്ള ഇതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ ഈ മോഡൽ എന്ന് പറയുന്നത് വെറും 1 ആംബിയർ ഉള്ളൂ. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. പിന്നെ ഇവരുടെ ബാക്കപ്പ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 2 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ വരെയാണ് ബാക്കപ്പ് പറയുന്നത്, അതായത് 3 ആംബിയർ കണക്ട് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മുടെ ഇത് വെറും 1 ആംബിയർ ആണ്. അപ്പൊ അതിൽ കൂടുതൽ ബാക്കപ്പ് നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യുന്നത് സിമ്പിൾ ആണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു അഡാപ്റ്റർ പരിചയപ്പെടണം. അതായത് നമ്മൾ ഈ അഡാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ മോഡത്തിലേക്ക്, നമ്മൾ ആദ്യം ഈ മോഡത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അതായത് ഈ ഇങ്ങനെ അഡാപ്റ്റർ നേരിട്ട് കറണ്ട് കുത്താണ് നമ്മൾ മോഡം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ മോഡത്തുമേന്ന് ഈ അഡാപ്റ്റർ വിടിയിക്കുക, ഈ ഇതുമേന്ന് വിടിയിച്ചതിന് ശേഷമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ നമ്മുടെ അഡാപ്റ്റർ ഉണ്ടല്ലോ, അതായത് ഈ മിനി UPS, ഈ മിനി UPSന്റെ ഇവിടെ ഔട്ട് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് നമ്മൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഇതിന്റെ ഈ ഒരു 2 അഡാപ്റ്റർ ഉണ്ട്, അതായത് 2 പോർട്ട് ഉണ്ട്. നമുക്ക് ഇവിടെ 2 അഡാപ്റ്റർ വരുന്നുണ്ട്. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതാണ്. അപ്പൊ ചില അഡാപ്റ്റർ മോഡത്തിന്റെ ഒക്കെ ബാക്കിൽ ചെറിയ പിന്ന് കുത്തേണ്ടി വരും. അപ്പൊ നമ്മൾ അവിടെ അങ്ങനെ കുത്തേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ 2 പിന്ന് ഇട്ടിരിക്കുന്നത്. അപ്പൊ കണ്ടോ, നമുക്ക് ഇവിടെ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് ഇതുപോലെ ഇതിനകത്ത് കണക്ട് ചെയ്തിടാം. അതിന് ശേഷം നമ്മൾ ഇത് നീക്കി വെച്ചതിന് ശേഷം നമ്മൾ കണ്ടോ, ഇപ്പൊ നമ്മളെ ഇത് നമുക്കിപ്പോൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൺ ആവുന്നത് കാണാൻ പറ്റും. നമുക്ക് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യാൻ പോണ്. കണ്ടോ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ മോഡ് ഓൺ ആയിട്ടുണ്ട്. കാരണം നമുക്ക് അതിനകത്തേക്ക് പവർ വന്നു, നമ്മുടെ മോഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ള വർക്കിംഗ് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അഡാപ്റ്റർ, അതായത് നമ്മൾ നേരത്തെ മോഡത്തിലേക്ക് കണക്ട് ചെയ്ത അഡാപ്റ്റർ ഉണ്ടല്ലോ, ഈ അഡാപ്റ്റർ വേണം നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ. കണ്ടോ, ഈ അഡാപ്റ്റർ ഇതിനകത്ത് കണക്ട് ചെയ്യുക. ഇതിനകത്ത് കണക്ട് ചെയ്തതിന് ശേഷം ഇത് പവർ പ്ലഗിൽ കുത്തിയിടാം, അതായത് നമ്മുടെ പ്ലഗിൽ കുത്തിയിടാം. അപ്പൊ നമ്മൾ ഈ കേബിൾ, അതായത് നമ്മൾ ഈ കേബിൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ അഡാപ്റ്ററിന്റെ പിന്ന് ചെറുതാണെങ്കിൽ നമുക്ക് ഈ പിന്ന് ഇതിനകത്ത് കുത്തിയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പൊ കറക്റ്റ് ആണ്. അല്ല, നമ്മൾ സാധാരണ രീതിയിൽ ചെറിയ വലിയ പിന്നാണെങ്കിൽ ഇതിനകത്ത് കണക്ട് ചെയ്യാനാണ് ഒരു കൺവെർട്ടർ പോലത്തെ ഒരു അഡാപ്റ്റർ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതല്ല, നമുക്ക് വേറൊരു മോഡത്തിലേക്ക് കണക്ട് ചെയ്യണം, ഇതിനകത്തുനിന്ന് വേറൊരു മോഡത്തിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഈ പിന്ന് നമ്മൾ ഇതിന്റെ ബാക്കിൽ കുത്താം. ഇതിന്റെ ബാക്കിൽ സപ്പോർട്ട് ആയിക്കണുണ്ടോ, ഇതിന്റെ ബാക്കിൽ കുത്തിയിട്ട് ഇത് മറ്റേ മോഡത്തിൽ കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 2 മോഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയാണ് നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ നമ്മുടെ ഈ മോഡത്തിലേക്ക് ഇത് കണക്ട് ചെയ്ത് ഇങ്ങനെയാണ്, അതായത് ഈ അഡാപ്റ്ററിന്റെ പിന്നെ ഒരു പിൻ ഇതിനകത്ത് കണക്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഇത് ഇതിനകത്ത് കണക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് നീക്കി കുറച്ച്
അതിന് ശേഷം നമ്മളിത് നേരിട്ട് പവർ സപ്ലൈയിലാണ് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു പവർ സപ്ലൈയിലേക്ക് നമ്മളിത് കണക്ട് ചെയ്യുക. പവർ സപ്ലൈയിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മോഡ് ഓൺ ആവില്ല. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ സ്വിച്ച് ഓൺ ചെയ്യണം. ഈ സ്വിച്ച് ഓൺ ചെയ്താലാണ്, കണ്ടോ, ഈ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ നമ്മുടെ ഈ മോഡ് ഓൺ ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നമ്മുടെ ഈ മോഡ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ മോഡ് വർക്ക് ചെയ്യുന്നത് നേരിട്ട് കറണ്ടിലാണ്. കറണ്ടിനകത്ത് ബാറ്ററി ചാർജ് ഫുള്ളാണ്. പക്ഷെ ഇതിനകത്ത് ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിനകത്ത് ചാർജിങ് ആവുന്നുണ്ടെന്ന് അറിയിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ഇല്ല. ഈ ഓൺ ഓഫ് ചെയ്യുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ് ഇതിനകത്ത് കത്തുന്നത്. കണ്ടോ, ചാർജിങ് ഉണ്ടെന്ന് അറിയിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ നമ്മുടെ ഇതിനകത്ത് ഇല്ല. അതാണ് ഒരു പോരായ്മയായിട്ട് തോന്നുന്നത്. ഇപ്പം ഇതിന്റെ വർക്കിംഗ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് കറണ്ട് ഉള്ളപ്പോൾ നമ്മുടെ ഈ ഇടയിൽ കൂടെ കറണ്ട് നേരെ ഇതിനകത്ത് കയറി കൺവേർട്ട് ചെയ്ത് ഇതിനകത്തേക്ക് നമ്മുടെ മോഡം വർക്ക് ചെയ്യും. കറണ്ട് പോണ സമയത്ത് ഇതിനകത്തുള്ള ബാക്കപ്പ് എടുത്ത് നമ്മുടെ ഈ മോഡം പ്രവർത്തിക്കും. അപ്പോൾ ഒരു ഡിലേ പോലും നമുക്ക് ഇതിനകത്തില്ല. കാരണം കണ്ടോ, നമ്മളിവിടെ ഇത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും മോഡം ഇവിടെ ഓഫ് ആവണമെന്നില്ല. അപ്പോൾ ഒരു ഡിലേ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. നമ്മളിത് അതായത് ഈ സ്വിച്ച് ഓൺ ആക്കി ഇടണം. ഈ സ്വിച്ച് ഓൺ ആക്കി ഇട്ടാലാണ് ഇതിന്റെ പ്രവർത്തനമൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഒരു മിനി UPSന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണം താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പോൾ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.